അക്ഷമയോടെ അവൾ ഫോൺ റിങ് ചെയ്യുന്നത് നോക്കിയിരുന്നു. മറുഭാഗത്ത് ഫോണിൻ്റെ റിങ് കേട്ടുകൊണ്ട് എണീക്കാൻ മടിച്ചു കിടക്കുന്നത് ജാനിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ആരവ്. ജാനി കിച്ചു എന്ന് വിളിക്കും. എന്താടി നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? നാട്ടിൽ പോയാലും മനുഷ്യന് സമാധാനം തരരുത് കേട്ടോ. ഡാ മരപ്പട്ടി, ഒന്ന് നിർത്തുമോ? എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. ഒരു അത്യാവശ്യ കാര്യമാണ് ഡാ. സിറ്റി ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡൻറ്റ് കേസ്. എത്രയും പെട്ടെന്ന് AB നെഗറ്റീവ് ബ്ലഡ് വേണം. ഒരു കുട്ടിയാണ് വിളിച്ചത്. പാവം, അതൊറ്റയ്ക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ കൂട്ടത്തിൽ ആർക്കാ AB നെഗറ്റീവ് ബ്ലഡ് ഉള്ളത്? ഡേ, ഗൗതമിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണെന്ന് തോന്നുന്നു. ഞാൻ അവനെയും കൊണ്ട് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കോളാം. നീ ആ കുട്ടിയെ വിളിച്ച് ഓക്കെ ആക്ക്. ഈ സമയത്ത് ഒരാളുടെ പ്രസൻസ് അത്യാവശ്യമാണ്. അതിന് നിന്നേക്കാൾ ബെസ്റ്റ് ആരാ? എന്നാൽ ശരിയടാ, ഞാൻ ആ കുട്ടിയെ വിളിച്ച് പറയട്ടെ. ജാനി ശിവയെ വിളിക്കുന്നു. ഹലോ, എന്തായി? ബ്ലഡ് ശരിയായോ? താൻ പേടിക്കണ്ട, 15 മിനിറ്റിനുള്ളിൽ കിച്ചു അവിടെ എത്തും. ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും. ഞങ്ങളുടെ ഫ്രണ്ടിന് AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അവൻ ബ്ലഡ് തന്നോളും. അവർ വരുന്നത് വരെ എന്തായാലും ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നില്ല. താൻ ഒറ്റയ്ക്കാണെന്നല്ലേ പറഞ്ഞത്? ഞാനുണ്ട് തൻ്റെ കൂടെ. അങ്കിളിനൊന്നും സംഭവിക്കില്ല. താൻ സമാധാനപ്പെടും. വളരെ നന്ദിയുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചുപോയതാണ്. പിന്നെ എന്നെ വളർത്തിയതൊക്കെ അവരാണ്. ഇപ്പോഴും എനിക്ക് വേണ്ടി വഴിപാട് നടത്താൻ പോയി തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ. എനിക്ക് വേണ്ടി അവർ. ഏയ്, താൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നേ? അങ്ങനെ ഒന്നും ചിന്തിക്കാതെ എല്ലാം ശരിയാവും. താൻ ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കണ്ട. അപ്പോഴേക്കും റിസപ്ഷനിൽ ആരവ് എത്തുന്നു. ബ്ലഡ് കൊടുക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവൻ ശിവയുടെ അടുത്തേക്ക് ചെല്ലുന്നു. താനാണോ ജാനിയെ വിളിച്ചത്? ജാനി? അതിന് മറുപടി വന്നത് ഫോണിൽ നിന്നാണ്. ഞാനാണ് ജാനി. എൻ്റെ ഫ്രണ്ട് കിച്ചു ആണത്. താൻ ഇനി ടെൻഷൻ ആവേണ്ട. ഇനി അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കോളും. താൻ ഫോണൊന്ന് അവന് കൊടുത്തേ. ശിവ ഫോൺ ആരവിന് കൊടുക്കുന്നു. ജാനി, ഇവിടെ എല്ലാം സെറ്റാണ്. ഗൗതം ബ്ലഡ് കൊടുക്കാൻ കയറി. ഇനി പേടിക്കാനൊന്നുമില്ല. ഇവിടുത്തെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ നീ നാളെ തന്നെ വരില്ലേ? ആ, വരും. 2 ദിവസം കൂടി കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോൾ വേണ്ട, നാളെ തന്നെ ഞാനങ്ങെത്തും. ആ ശരി, വരുന്നതൊക്കെ കൊള്ളാം. ആരുടെയും മെക്കിട്ട് കയറാനൊന്നും പോകരുത്. എനിക്കിനി സ്റ്റേഷനിൽ കയറാനൊന്നും വയ്യ. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് 100 കൂട്ടം പണിയുണ്ട്. പിന്നെ സ്പീഡ് കുറച്ച് വരണം. ഇവിടെ ആർക്കും വായു ഗുളിക വാങ്ങാനൊന്നുമില്ല. അപ്പം അതൊക്കെ വന്നാൽ മതി കേട്ടോടി. ഓ തമ്പ്രാ, എല്ലാം കേട്ടു. പിന്നെ നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അവൾക്ക് വേറെ ആരുമില്ല. അത് പിന്നെ പറയണം. എല്ലാം ഓക്കെ ആക്കിയിട്ടേ ഞാൻ പോവും. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എന്നാൽ ശരിയടാ, നീ ഫോൺ അവൾക്ക് കൊടുക്ക്. ഹലോ, താൻ പേടിക്കണ്ടടോ. ഇനി അവൻ തൻ്റെ കൂടെ കാണും. ഞാൻ നാളെ തന്നെ വിളിച്ചോളാം. വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പം ശരി, ടേക്ക് കെയർ. ഡോ, താനിങ്ങനെ ടെൻഷനാകാതെ ഒന്ന് കൂളാവടോ. മാമന് ബോധം വരുന്നവരെ എന്തായാലും ഞാനിവിടെ കാണും. തനിക്ക് വെള്ളം എന്തെങ്കിലും വേണോ? ഏയ് വേണ്ട, കുഴപ്പമില്ല. ആ, എന്തായാലും താൻ ഇവിടെ ഇരിക്കേ. ഞാൻ പോയി ഗൗതമിനെ നോക്കി തനിക്ക് വെള്ളം എന്തെങ്കിലും വാങ്ങി വരാം. സമയം വീണ്ടും കടന്നു പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ഒരു നേഴ്സ് വന്ന് അവരെ ഡോക്ടർ വിളിക്കുന്നുവെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ശിവ ആരവിനെ നോക്കി. ഒറ്റയ്ക്ക് പോകാൻ അവൾക്ക് നല്ല ടെൻഷൻ തോന്നുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയതുപോലെ ആരവ് താൻ കൂടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡോക്ടറുടെ റൂമിലേക്ക് പോയി. ഡോക്ടർ, അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ആൻറ്റി ഉടനെ റൂമിലേക്ക് മാറ്റാം. പിന്നെ അങ്കിളിൻ്റെ കാര്യം, ആളിപ്പോൾ സ്റ്റേബിളായി വരുന്നുണ്ട്. ഒരു 24 hours കൂടി കഴിയട്ടെ. എന്നിട്ട് റൂമിലേക്ക് മാറ്റുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. പോരെ? താങ്ക് യു ഡോക്ടർ. ഹേയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ലടോ. ഞാൻ എൻ്റെ ജോലിയല്ലേ ചെയ്തത്. അപ്പോൾ ശരി, നിങ്ങൾ പോയി റൂമൊക്കെ റെഡിയാക്കിക്കോ. അങ്ങനെ അവർ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ സമാധാനമായല്ലോ? ഇനി എങ്കിലും ഒന്ന് ശ്വാസം വിടടോ, ഇങ്ങനെ മസിൽ പിടിക്കാതെ. ശിവ ചിരിക്കുന്നു. താൻ ഇവിടെ ഇരിക്കേ, ഞങ്ങൾ പോയി റൂമിൻ്റെ കാര്യം റെഡിയാക്കിയിട്ട് വരാം. വളരെ നന്ദിയുണ്ട് ആരവ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ തനിച്ച്. നന്ദിയോ? അതിൻ്റെ ആവശ്യമൊക്കെ ഒന്നുമില്ല. പിന്നെ നിർബന്ധമാണെങ്കിൽ എന്നോടല്ല, അവളോടാണ് താൻ പറയേണ്ടത്. എൻ്റെ ജാനിയോട്. അവൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കൃത്യസമയത്ത് ഇവിടെ എത്തില്ലായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവളോട് പറഞ്ഞാൽ മതി. താൻ ഇരിക്കേ, ഞങ്ങളിപ്പോൾ വരാം. റൂമിൻ്റെ കാര്യമെല്ലാം ശരിയാക്കിയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ശിവ ICUവിലേക്ക് നോക്കി ഓരോന്ന് ചിന്തിച്ചിരിക്കുമായിരുന്നു. എടോ,
റൂമിൻ്റെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എന്തായാലും നേരം വെളുക്കാറായി, താൻ പോയൊന്ന് ഫ്രഷ് ആവ്. അതിനും ശിവ തലയാട്ടുന്നു. എന്ത് പറഞ്ഞാലും ഒന്നുകിൽ ചിരി അല്ലെങ്കിൽ തലയാട്ടും, അല്ലാതെ താൻ മിണ്ടില്ലേ. അതിനും ശിവ ചിരിക്കുന്നു. ദൈവം പിന്നെയും ചിരിക്കുന്നു. ഇതും പറഞ്ഞ് ആരവും ചിരിച്ചു. ഇതേ സമയം ശിവയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ആ, എന്നാൽ താൻ സംസാരിച്ചോ, ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാം. അയ്യോ വേണ്ട, താൻ പൊക്കോളൂ, ഇനിയും ബുദ്ധിമുട്ടണ്ട, ഞാൻ നോക്കിക്കോളാം. ഈ ബുദ്ധിമുട്ട് ഞാനങ്ങ് സഹിച്ചു, പോയിട്ട് വരാം കേട്ടോ. ശിവ ഒരു ചിരിയോടെ ആരവ് പോകുന്നത് നോക്കി ഫോൺ അറ്റൻഡ് ചെയ്യുന്നു.